നമസ്കാരം. യേശു ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പലപ്പോഴും പറഞ്ഞതായി നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത് എന്നതിനെപ്പറ്റി വേണ്ട തോതിലുള്ള വ്യക്തത നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. ഞാനത് പറയാൻ കാര്യം, ദീർഘനാൾ എനിക്ക് അതില്ലായിരുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്ന നാളുകളിൽ പോലും ഈ ഒരു പ്രസ്താവനയെപ്പറ്റി വേണ്ടതുപോലെയുള്ള ഗ്രാഹ്യം എനിക്കില്ലായിരുന്നു എന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് സങ്കോചമില്ല. സത്യം പറയുന്നതിൽ എന്തിനാണ് നാണിക്കുന്നത്? ഞാൻ ദീർഘനാൾ വിചാരിച്ചിരുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ധ്വനി എന്താണ്? ഈ നല്ല കാര്യം കേൾക്കാൻ ആർക്കും ചെവിയില്ല. ഇതാണ് പൊതുവെ ഇത് നാം മനസ്സിലാക്കുന്ന വിധം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം കേൾക്കാൻ ആർക്കും ചെവിയില്ല. ഞാനിങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനേറെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു പ്രതീക്ഷയുമില്ലാതെ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2011 ഈ യൂട്യൂബ് ആരംഭിക്കുന്നത്. എന്നാൽ 2023 വരെ 12 ദീർഘവർഷം ഞാനിത് തൊട്ടിട്ടേയില്ല. കാരണം ഒരു യൂട്യൂബിൽ കൂടെ ഒരു നന്മയും ചെയ്യാൻ കഴിയുകയില്ല. അർത്ഥവത്തായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകരുവാൻ കഴിയുകയില്ല. അങ്ങനെ താല്പര്യമുള്ളവരല്ല സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് എന്ന ഒരു ധാരണയുള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് സമയം കളയുന്നത്? ഒരു യൂട്യൂബർ ആയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ആത്മീയ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ എനിക്കൊരു ഔട്ട്ലെറ്റ് ആവശ്യമാണ്. പക്ഷെ അതിനുതകുന്ന ഒരു മാധ്യമമാണോ അല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് 12 വർഷം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തൊടാതെ നിർജ്ജീവമായി ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. എന്നാൽ ഈ വർഷം ഏതാണ്ട് ഏപ്രിൽ മാസത്തോടു കൂടെയാണ് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന ഒരു ചിന്ത എന്നിൽ വരുന്നതും അതിന് വഴിയൊരുക്കിയത് വാസ്തവത്തിൽ ഒരു ഹിന്ദു സ്വാമിയാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് തുടങ്ങി നിങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കൂട്ടാക്കാത്തത്? അപ്പോൾ അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ 3 ലക്ഷം ആളുകൾ അംഗങ്ങളാണ്. സമർത്ഥമായി അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ എങ്ങും പോയി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുറിയിലിരുന്ന് എൻ്റെ ആശയങ്ങൾ കുറഞ്ഞ പക്ഷം 3 ലക്ഷം ആളുകളിലെങ്കിലും അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള 3 ലക്ഷം ആളുകൾ എനിക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങും പോകാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നെ പലതവണ, അതായത് 2021 തൊട്ട് അദ്ദേഹം എന്നെ നിർബന്ധിക്കുന്നതാണ്. പക്ഷേ 23 വന്നപ്പോൾ ഒന്ന് അങ്ങനെ ആയിക്കളയാം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ അതൊരു ദോഷൈക ദൃക്കിനെ പോലെ ഒരു സിനിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പിന്നെ യേശു ആരോട് എന്തെങ്കിലും പറയുവാൻ തുനിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വിചിന്തനം ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ചിന്തിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് ലഭിച്ച ഒരു തിരിച്ചറിവ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ എൻ്റെ അർത്ഥം, ഇത് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട കാര്യം ഇതാ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദൈവം നിങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു വിധത്തിലും അതിൻ്റെ മേൽ പ്രഷർ ചെലുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദൈവം തന്ന തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്വമേധയാൽ നിങ്ങൾ അത് സ്വീകരിക്കുമെങ്കിൽ നന്ന്. സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്നൊന്നും യേശു പറഞ്ഞില്ല.
അത് നമ്മുടെ ഇപ്പോഴത്തെ പാസ്റ്റർമാരുടെയൊക്കെ പണിയാണ്. അത് യേശു അങ്ങനെ തരം താണ പണി ചെയ്തില്ലെന്ന് നമുക്കറിയാം. ആരെയും വിരട്ടിയോ ഹേമിച്ചോ പേടിപ്പിച്ചോ വിറപ്പിച്ചോ യേശു ഒന്നും ചെയ്തില്ല. ദയവായി മനസ്സിലാക്കുക. ആത്മീയ ഗോളത്തിൽ ഇപ്രകാരമുള്ള ഭീഷണിക്കും ഏഷണിക്കും ഒന്നും സ്ഥാനമില്ലെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും ജനം മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു, അതെൻ്റെ കടമയാണ്, ഞാൻ നിർവഹിച്ചിരിക്കുന്നു. എന്നാൽ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അത് തിരഞ്ഞെടുക്കണമോ ഉപേക്ഷിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദൈവം തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അത് നിയമമാണ്, അതിൽ നിന്ന് രക്ഷയില്ല. അതുകൊണ്ട് നരകത്തിൽ പോകുമെന്നല്ല, നാം എന്ത് തിരഞ്ഞെടുത്താലും. ഇപ്പോൾ വഴിയെ കണ്ണുമടച്ച് നടക്കുന്നു, വളരെ ട്രാഫിക്കുള്ളൊരു വഴിയെ കണ്ണുമടച്ച് നടക്കാൻ അങ്ങനെ തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ കാറ് വന്നേരം തോളെ കയറിയാൽ പിന്നെ കരയരുത്, ഇതതിൻ്റെ അർത്ഥമുള്ളൂ. അങ്ങനെ കണ്ണുമടച്ച് നടന്നാൽ എപ്പോഴും കാറ് തോളെ കയറുമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അതൊന്ന് സഹിക്കാൻ തയ്യാറാകണം എന്ന വിധത്തിലാണ്. അപ്പോൾ ആദ്യമായി നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. 2, ഞാൻ ഈ അറിയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച്, വിവേചന ബുദ്ധി ഉപയോഗിച്ച്, ഡിസേൺമെൻറ്റ്, നിങ്ങളുടെ അനുഭവം, ഈ ലോകത്തിലെ നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇവയൊക്കെയും പൂർണ്ണ തോതിൽ ഉപയോഗിച്ച് നിങ്ങൾ പരിഗണിപ്പീൻ. ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങൾ പരിഗണിപ്പീൻ. പ്ലീസ് കൺസിഡർ ദീസ് ടീച്ചിങ്സ് in light of your spiritual formation, personal experience, realities of the world, the needs of your condition and eternal realities of life. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പരിശോധിപ്പീൻ. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിപ്പീൻ. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് മനസ്സിലാകുന്നതിന് വേണ്ടി യേശുവിൻ്റെ മറ്റൊരു പ്രസ്താവന, ഇതും ആളുകൾ മനസ്സിലാക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ പരാമർശിക്കുകയാണ്. യേശു പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. ഇതെന്നെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കിയ ഒരു പ്രസ്താവനയാണ്. കാരണം നാം ധരിക്കുന്നത് നേരെ മറിച്ചാണ്. എത്രയും നാൾ യേശുവിനോട് അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ ചിന്തിച്ച ഒരാളാണ് പത്രോസ്. അതുകൊണ്ടാണ് പത്രോസ് യേശു തൻ്റെ ശിഷ്യന്മാരോട്, എനിക്ക് യെരൂശലേമിൽ പോകാൻ സമയമാണെന്നും അവിടെ പോകുമ്പോൾ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും അവനെ ക്രൂശിൽ തറയ്ക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ എന്ന് പത്രോസ് പറയും. കാരണം യേശുവിനോട് പറ്റിച്ചേർന്ന് അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരു ധാരണയായിരുന്നു പത്രോസിന്. പക്ഷേ ഏത് വിധത്തിലാണ് യേശു അതിനെ കാണുന്നത്? സാത്താനെ എന്നെ വിട്ടു പോകൂ. അത് വളരെ അപകടകരമായ ഒരു സമീപനമാണ്, ഒരു മനോഭാവമാണ് എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ യേശു അവിടെ വളരെ ശക്തമായി പ്രതിപാദിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ ദീർഘനാൾ വിചാരിച്ചു, ഈസ് നോട്ട് ജീസസ് റിയാക്ടിങ് ഇൻ എ ഡിസ്പ്രപ്പോർഷനറ്റ് മാനർ? കുറച്ച് കൂടിപ്പോയില്ലേ? ഇത്രമാത്രം വേണമായിരുന്നു. ഇപ്പോഴെനിക്കറിയാം വേണമായിരുന്നു. കാരണം അതൊരു വലിയ തത്വം അവിടെ അടങ്ങിയിട്ടുണ്ട്. ആ തത്വം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് യേശു പോകുന്നത് നന്ന് എന്ന് പറയുന്നത്? ഇവിടെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എന്താണ് ചെയ്തത് എന്ന് നാം പരിഗണിക്കണം. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? അവരെ കൂടെ കൊണ്ട് നടക്കുവാനും പരിശീലിപ്പിക്കുവാനും അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ദൗത്യത്തിൽ അവർ വിജയിക്കേണ്ടതിന് അല്ലെങ്കിൽ ഫലവത്തായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അവർക്കൊരു പുതിയ ആത്മീയമായ ദർശനം നൽകുന്നു, ഒരു പുതിയ ദർശനം, അവർക്കൊരു പുതിയ ദൗത്യം നൽകുന്നു. അന്നുവരെയും മതമേഖലയിൽ ഇല്ലാതിരുന്ന ഒരു വെളിച്ചം അവരെ ഏൽപ്പിക്കുക.
അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ, അതായത് ആ ഒരു അറേഞ്ച്മെൻറ്റ്, യേശു 12 പേരെ തിരഞ്ഞെടുക്കുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു. നിങ്ങൾ ആ ഒരു 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 അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാകും ഇതിലൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണ്? ഈ 12 ശിഷ്യന്മാരും യേശുവിൻ്റെ ആശ്രിതന്മാരായിത്തീരും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശിഷ്യത്വവും ആശ്രിത അവസ്ഥയും രണ്ടും വ്യത്യസ്തമാണ്. യേശു ഈ 12 പേരെ വിളിച്ചത് ആശ്രിതരായി നിൽക്കാനല്ല, ശിഷ്യന്മാരായി, അപ്പോസ്തോലന്മാരായി അയക്കപ്പെടാൻ വേണ്ടിയാണ്. രണ്ട് വ്യത്യസ്തമായ അവസ്ഥ. അപ്പോസ്തോലനാണെങ്കിൽ, ശിഷ്യനാണെങ്കിൽ അപ്പോസ്തോലനാണ്, അപ്പോസ്തോലനാണെങ്കിൽ അയക്കപ്പെടേണ്ടവനാണ്. എന്നാൽ ആശ്രിതനാണെങ്കിലോ ആശ്രയിച്ച് നിൽക്കേണ്ടവനാണ്. അവന് അയച്ചാൽ പോയി, അയച്ചാൽ അവൻ അങ്കലാപ്പിലാകും, അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇത് വലിയ വ്യത്യാസമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിക്കാൻ പോവുകയാണ്. യേശു 12 പേരെ വിളിച്ചത് തൻ്റെ ശിഷ്യന്മാരായിട്ടാണ്, ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരാണെങ്കിൽ അപ്പോസ്തോലന്മാരാണ്. ആരാണ് അപ്പോസ്തോലന്മാർ? അയക്കപ്പെടേണ്ടവരാണ്, അയക്കപ്പെടുന്നവരാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യേശു എന്തുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ്റെ കൂടെ ഇരുപ്പാനും അവരെ അയക്കാനുമായി. യേശു വിളിക്കുന്നത് എന്തിനാണ്? അയക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അയക്കുമ്പോൾ യേശുവിനെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ഈ ആശ്രിത മനോഭാവത്തിൽ വളർന്നവർക്ക് അയക്കപ്പെടുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ്. അവർ അങ്കലാപ്പിലായി പോകും. അപ്പോൾ യേശു തൻ്റെ 12 പേരെ വിളിച്ചത് അവർ ശിഷ്യന്മാരായിട്ടാണ്, ആശ്രിതരായിട്ടല്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഒരു വിശ്വാസി ശിഷ്യനാകണം, ആശ്രിതനാകരുത്. അതായത് ആശ്രയിച്ച് നിൽക്കുന്നവൻ. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വയ്യ, സ്വന്തമായിട്ട് ചിന്തിക്കരുത്, സ്വന്തം കാലിൽ നിൽക്കരുത്, ദൈവം തന്ന ഒരു കഴിവും ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള ആശയങ്ങളെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ടാണ് യേശു എന്ത് വിഭാവന ചെയ്തോ അതിനെ വികൃതമാക്കി മനുഷ്യന് അപകടമുണ്ടാക്കുന്ന വിധത്തിലുള്ള മതം യേശുവിൻ്റെ പേരിൽ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണമെന്ന അഭ്യർത്ഥനയിൽ കൂടെയാണ് ഞാൻ ഈ ആശയങ്ങൾ, വചന സത്യങ്ങൾ നിങ്ങൾക്കായി കൈമാറുന്നത്. അപ്പോൾ യേശു തൻ്റെ ശാരീരികമായ അസ്തിത്വം, ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ജീസസ്, അത് പോയി കഴിഞ്ഞാൽ, ക്രൂശീകരണത്തിൽ കൂടെ, സ്വർഗാരോഹണത്തിൽ കൂടെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തവശേഷിക്കും? ഇതാണ് ചോദ്യം. ഇതൊരു വലിയ ചോദ്യമാണ്. യേശുവിൻ്റെ ദർശനത്തിൽ പിന്നെ അവശേഷിക്കേണ്ടത് അവൻ്റെ പഠിപ്പീരുകളാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് അവിടുന്ന് നിർവഹിച്ചത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, അവരുടെ മനസ്സിൽ മാറ്റം വരുത്തുക, അവരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുക, അവരുടെ അവസ്ഥയെ അവർ മനസ്സിലാക്കുന്നതും ലോക യാഥാർത്ഥ്യങ്ങളെയും നിത്യമായ സത്യങ്ങളെയും അവരറിയുന്നതും അതിൽ കാര്യമായ വ്യത്യാസം വരുത്തുക, ഒരു പുതിയ ദർശനം. അത് കാവ്യാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിലാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. യേശുവിൻ്റെ ശരീരം അതുപോലെ ഭൂമിയിലുണ്ട്, ഞാൻ അതിൽ പിടിച്ച് നിന്നോളാം എന്നുള്ളതല്ല. ഇത് നാം മനസ്സിലാക്കണം. ഇതിപ്പോൾ സക്രമന്തിനെ നാം മനസ്സിലാക്കുന്നതിന് പോലും ഈ ഞാനിപ്പോൾ പറഞ്ഞ ആശയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ അങ്കമാലി ഡയസിസിലൊക്കെ നടക്കുന്ന, എറണാകുളം അങ്കമാലി നടക്കുന്ന കസറത്തൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അജ്ഞതയാണ്, അജ്ഞതയുടെ കുരുക്ഷേത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. എന്താണ്? ഞാനൊരു 50 വർഷവും ധരിച്ചു വച്ചിരുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം, യേശു ഇങ്ങനെ നമ്മുടെ കൂടെയുണ്ട്, ശാരീരികമായി നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് കൈയെത്തി, അങ്ങനെ പ്രസംഗിക്കുന്ന എത്ര പേരുണ്ട്, കൈയെത്തി നമുക്ക് യേശുവിനെ പിടിക്കാം, തൊടാം, അവൻ്റെ കൈ പിടിച്ച് നടക്കാം
അവൻ്റെ ശരീരത്തിൽ നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് കസർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ തത്വം അറിഞ്ഞുകൂടാ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശു എന്ന് പറയുന്ന വ്യക്തി. രണ്ട്, യേശു നമുക്ക് നൽകിയ ആത്മീയമായ വെളിച്ചം. യേശു പറയും, ഇതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകിയ ആത്മീയമായ ദർശനമാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല. നാം ദീർഘനാളായിട്ട് നേരെ മറിച്ചാണ് പഠിപ്പിച്ചത്. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ജ്വരം പിടിക്കും, എനിക്കറിയാം. പക്ഷേ എന്ത് സംഭവിച്ചു? യേശു വിഭാവന ചെയ്ത ഈ ഒരു അവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട്, അതിനെ തലകീഴായി മറിച്ചുകൊണ്ട്, നാം യേശു എന്ന് പറയുന്ന ചരിത്രത്തിൽ ദൈവം മാനിഫെസ്റ്റ് ചെയ്ത ഈ ഒരു യാഥാർത്ഥ്യത്തെ മാത്രം ഇരിക്കുന്നത് കൊണ്ട് എന്തു പറ്റി? യേശുവിൻ്റെ പഠിപ്പീരുകളെ നാം പൂർണ്ണമായി മറന്നു കളഞ്ഞു. ഇത് ദയവായി മനസ്സിലാക്കണം. നാം യേശു എന്ന് പറയുന്ന ഈ ചരിത്രത്തിൻ്റെ, ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ചരിത്രത്തിൻ്റെ യേശു, ആ യേശുവിനെ ശാരീരികമായി അള്ളിപ്പിടിച്ച് നിൽക്കുമ്പോൾ ദ ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത്, മനുഷ്യജാതിക്ക് അതുല്യമായ ഒരു ആത്മീയമായ ദർശനവും ഉണർവും സാധ്യതയും നൽകിയ ഗുരുക്കന്മാരിൽ ഗുരുവായ ഏറ്റവും വലിയ ടീച്ചറായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ്, അവിടെ നമുക്ക് നൽകിയ അറിവുകൾ, ഉത്ബോധനങ്ങൾ, ദർശനങ്ങൾ, ഇവയെ നാം അവഗണിക്കാൻ കാര്യമെന്താണ്? യേശു, ഞാൻ യേശുവിലാണെന്ന് പറഞ്ഞത്. നാം യേശുവിൽ വസിക്കുന്നത് അവൻ്റെ പഠിപ്പീരുകൾ നടപ്പിലാക്കുന്നതിൽ കൂടെ മാത്രമാണെന്ന് യേശു പറഞ്ഞില്ലേ? അത് പരിപൂർണമായി നമ്മൾ ഉപേക്ഷിച്ച് കളയും. അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം, ഞാൻ പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ വഴിയിൽ സഞ്ചരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യാൻ തുടങ്ങുക പോലുമുള്ളൂ. ഞാൻ നിങ്ങളോടുകൂടെ ശാരീരികമായി ഉള്ളിടത്തോളം കാലം നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മമാരുടെ വാലെ തൂങ്ങി നടക്കുന്നത് പോലെ ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിങ്ങളിങ്ങനെ നടക്കും, എൻ്റെ പുറകെ നടക്കും. അതല്ല നിങ്ങളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ പക്വത പാലിക്കണം, നിങ്ങൾ വളരണം. എങ്ങനെയാണ് നിങ്ങൾ വളരുന്നത്? നിങ്ങൾ വളരുവാനായി ഏറ്റവും നല്ല മാർഗം എൻ്റെ പാല് പിടിച്ച് നടക്കുന്നതല്ല, ഞാൻ നിങ്ങളെ അറിയിച്ച നിത്യസത്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് ജീവൻ്റെ മർമ്മം. നമ്മളല്ലാതെ ഇതിനെ ഒരു മിസ്റ്റിക്കൽ റിലിജിയനാക്കി മാറ്റിക്കഴിഞ്ഞു. യേശു ഒരു എത്തിക്കൽ റിലിജിയനാണ് നമുക്ക് തന്നത്. എത്തിക്കൽ റിലിജിയൻ, സന്മാർഗബോധം. മനുഷ്യൻ ഈ ലോകത്തിൽ എപ്രകാരമായിരിക്കണം, അവൻ്റെ വ്യക്തിത്വം എപ്രകാരം വളരണം, അവൻ എപ്രകാരം ലോകത്തിന് അനുഗ്രഹമായി തീരണം, ഇങ്ങനെയുള്ള അതിമനോഹരമായ സമാനതയില്ലാത്ത പഠിപ്പീരുകൾ, ഇതിനെ മുഴുവൻ നമ്മൾ വിലയില്ലാതെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഈ ലോക യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്തൊരു മിസ്റ്റിക്കൽ റിലിജിയൻ ഉണ്ടാക്കി. അവിടെയാണ് ഈ ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മറുഭാഷയും പറഞ്ഞ് പ്രവചനവും കൊണ്ടൊക്കെ നടക്കുകയാണ്. സത്യസന്ധതയില്ലാതെ ഏത് കാപട്യവും നന്നായി വിറ്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു കള്ളക്കമ്പട്ടമായിട്ടത് മാറ്റാൻ കാര്യം യേശുവിൻ്റെ പഠിപ്പീരുകളെ പൂർണ്ണമായി അവഗണിച്ചതാണ്. ഈ മറുഭാഷയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, യേശുവിൻ്റെ ഏത് പഠിപ്പീരിനെ ആശ്രയിച്ചാണ് നീ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ പഠിപ്പീരുകളെ ആസ്പദമാക്കി ഒരു ചെക്ക് ലിസ്റ്റെങ്കിലും ഉണ്ടാക്കണം. അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു കാപട്യത്തിൻ്റെ ഉസ്താദുമാരാണെന്നറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സമീപനം, ഈ മിസ്റ്റിക്കൽ അപ്രോച്ച് ടു ദ വേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദ എത്തിക്കൽ അപ്രോച്ച് വാസ് നെഗ്ലക്റ്റഡ്. മനുഷ്യൻ വളരണമെങ്കിൽ, അവൻ്റെ ആന്തരികമായ കണ്ണ് തുറക്കണമെങ്കിൽ, അവൻ പക്വത പാലിക്കണമെങ്കിൽ, അവൻ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീരുകൾ പ്രാവർത്തികമാക്കണം, അതിനെ അനുസരിക്കണം. അത് വ്യക്തമായി യേശു പറഞ്ഞിട്ടില്ലേ? പർവ്വതപ്രസംഗം, ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്രേ പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശം.
ആ ഒരു പഠിപ്പീര് നമുക്ക് ബാധകമേ അല്ല. പിന്നെ ഈ മിസ്റ്റിക്കൽ ജീസസിനെ അങ്ങോട്ടൊരു പള്ളി ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് ചില ക്രിയകൾ ഇങ്ങനെ ചെയ്താൽ തീർന്നു. ഈശോയുടെ പഠിപ്പീരുകൾക്ക് യാതൊരു പ്രാധാന്യവും നമ്മുടെ മതത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഇല്ല. ഈ ഒരു വലിയ പാപ്പരത്വം തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകിയ ആത്മീയമായ വിദ്യാഭ്യാസം, ദ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഐ ഇമ്പാർട്ടഡ് ടു യു, അതിൽ നിങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുക പോലുമുള്ളൂ. ഇനി യേശു കൂടെ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശിഷ്യന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന് തെളിവ് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് തരാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സെബെദി മക്കളായ യാക്കോബും യോഹന്നാനോടും യേശുവിനോട് എന്താണ് പറയുന്നത്? നീ നിൻ്റെ രാജ്യത്തിൽ മഹത്വീകരിച്ച് വരുമ്പോൾ നിൻ്റെ ഇടതും വലതും ഇരിക്കാൻ ഞങ്ങൾക്ക് കസേര വേണമെന്നല്ലേ പറഞ്ഞേ? യേശു എന്താണ് പഠിപ്പിച്ചത്? നിങ്ങളങ്ങനെ ആകരുതെന്നല്ലേ പഠിപ്പിച്ചത്? ഈ ശിഷ്യന്മാരെ 3 വർഷം യേശു എന്താണ് പഠിപ്പിച്ചത്? ഒരു പുതിയ ദർശനം. അതവർക്ക് മനസ്സിലായില്ല. മനസ്സിലാകേണ്ട ആവശ്യമില്ല. കാരണം യേശു ഉള്ളിടത്തോളം കാലം അവൻ നോക്കിക്കോളും. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം ഇത് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലളിതമായ കാര്യം പറയുമ്പോൾ ആൾ പറയും അത് തലയുടെ മേലെ കൂടെ പോകുന്നത് പറയും. അപ്പോൾ തീർച്ചയായും നാം യേശുവിൻ്റെ പഠിപ്പീരുകളിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. കം ബാക്ക് ടു ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അർത്ഥശൂന്യമായ ഈ പ്രഹസനങ്ങളും നാടകങ്ങളും പഠിപ്പീരുകളും തിയോളജിയും ഇതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇമ്മാനുവൽ കാന്ത് തൻ്റെ വിശ്വവിഖ്യാതമായ പുസ്തകം റിലിജൻ വിത്ത് ദ ലിമിറ്റ്സ് ഓഫ് റീസൺ അലോൺ 1795 പബ്ലിഷ് ചെയ്യാമെന്ന് എൻ്റെ ഓർമ്മ. അതിൽ പറയുന്നത് മനുഷ്യനെ അവനുള്ള വിശ്വാസം പോലും കെടുത്തിക്കളയുന്ന ദൈവശാസ്ത്രമാണ്. തിയോളജി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് മാൻസ് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാണ് കാന്ത് പറയുന്നത്. മനുഷ്യന് പിന്നെ എന്തെങ്കിലും മതത്തിന് എന്തെങ്കിലും ഗുണം വരുന്നത് ഫിലോസഫി കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. തിയോളജി ഈസ് എ ഡേഞ്ചർ ടു റിലിജിയൻ ആൻഡ് ഫിലോസഫി ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് ഹെൽപ്പ് എന്നാണ് അദ്ദേഹം ഒരു ഫിലോസഫർ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ പറയാം. പക്ഷേ പറയുന്നതിനകത്തൊരു അർത്ഥമുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ പറഞ്ഞു വന്നത്, നാം ധരിച്ചു വച്ചിരിക്കുന്നത് ഒട്ടുമുക്കാലും അസ്ഥാനത്താണ്. അത് ഈ വൈകിയ വേളയിൽ തിരിച്ചറിയാം. അതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ സഭയെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ അതിനാകാൻ ചീഞ്ഞ് നാറുകയാണ്. അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് കിടന്ന ശ്വാസം മുട്ടുകയാണ്, പക്ഷേ വെളിയിലോട്ട് പോകാൻ വാതിലുമില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ അപകടകരമായ അപമാന നിർഭരമായ ഒരവസ്ഥയിൽ വിശ്വാസി ആയിപ്പോയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അന്വേഷിച്ച് ഇവിടം വരെ എത്തി. എത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പല വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഞാനും ഇപ്രകാരം തന്നെ യേശു പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവർ മാത്രം.